ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മളിവിടുത്തെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് തന്നെ. അതേപോലെ റാബിറ്റ്സിനിൽ കാണിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ റാബിറ്റ്സിനിൽ ഒന്ന് കാണിക്കാം. അതേപോലെ നമുക്ക് പിന്നെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ആകെ ടെൻഷനായ ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടാ, ഇത് ഇവിടെ ഉണ്ടാകുന്നത് എല്ലാവരും പറയുന്നത് കയറുമ്പോൾ തന്നെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം. നമ്മുടെ വീട് ചെയ്ത പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് ഞാൻ താമസിച്ചൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓഫീസ് ആക്കുകയാണ്, പെറ്റ് സ്റ്റേഷൻ്റെ ഒരു ഓഫീസ് ആക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് പൊളിച്ച്, ഇതും ഒരു റോക്ക് കംപ്ലീറ്റ് നമ്മൾ റോക്കിൽ തന്നെയല്ലേ ചെയ്തേ. അപ്പോൾ ഇതും ഒരു റോക്കിൻ്റെ ഫ്രണ്ട് ആക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് റിമൂവ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ആകെ മൂഡ് പോയി. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില നൊസ്റ്റും ഉണ്ടല്ലേ, എന്നാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം പൊളിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, ആ സംഭവം. എന്തായാലും നമ്മൾ പിന്നെ ചെയ്ത് വന്നെല്ലാം ശരിയാകുമ്പോഴേക്കും അടിപൊളിയാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് കാണാം അല്ലേ. അതേപോലെ ഇന്നത്തെ കോലം കണ്ട, ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ വന്നെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഇട്ട് നോക്കിയാണ്. അപ്പോൾ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. നമ്മളെ മുനീറിനൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് കോലം എന്ന് പറഞ്ഞാൽ പഴയ ചേനയും നസീറിനെല്ലാം ഓർമ്മ വരുന്നു. പക്ഷേ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ കൊയ്പ്പൂന് ട്രീറ്റ് കൊടുക്കുന്നത് ഇതിന് മേലെ തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലി ഇപ്പോൾ സാധാരണ ഫുഡ് മാത്രമേ താഴെ വെച്ച് കൊടുക്കുള്ളൂ, ബാക്കി എല്ലാ ഭക്ഷണവും ഇതിൻ്റെ മേലെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കും. നല്ല രസം അത് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കൊണ്ടുകൊടുക്കും. പിന്നെ ഒന്നുമില്ലടാ, ഒന്നുമില്ല, തിന്നോ. ആ ഇപ്പോൾ അത്യാവശ്യം തൊട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ രണ്ടാളും നല്ല രീതിയിൽ ഇങ്ങനെ കയറി ഇരിക്കും, വെള്ളത്തിലെല്ലാം കുളിച്ച്. അതേപോലെ നമ്മൾ ഫിൽട്ടർ ചെയ്തത് സക്സസ് ആണ് കേട്ടോ. അതിൻ്റെ മോഷനും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കും. ചെറിയൊരു സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് അകത്തോട്ടേക്ക് പോകും കേട്ടോ. ഇതിപ്പോൾ അപ്പോൾ ഇട്ട ഉടനെ ആയതുകൊണ്ടാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങനെ കയറി പോയിക്കോളും. അപ്പോൾ അങ്ങനെ കൊയ്പ്പൂനെ കണ്ട് നമുക്ക് നേരെ റാബിറ്റിൻ്റെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? കൊയ്പ്പൂല് നല്ല മൊഞ്ചന്മാരായില്ലേ? ആസിഫാണ് നമ്മളിങ്ങനത്തെ പാൻ്റ് ഇടാൻ മറ്റേ ഇൻസ്പിറേഷൻ. ഇതേപോലത്തെ കോലത്തിലൊന്നും എപ്പോൾ ഉണ്ടല്ലോ ആസിഫ്. ഇന്ന് മാറിപ്പോയല്ല. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ റാബിറ്റിനെ കാണിക്കാൻ പോകുന്ന വഴിക്ക് നമ്മളെ ലാഹോർ പീജിയനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് എന്താ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞ് കുട്ടിയായിട്ടുണ്ട്, വലുതായി. ഇപ്പോൾ നല്ല സൈസുള്ള കുട്ടിയാണ് കേട്ടോ. നല്ല ബാർലെസ്, ഗ്രേ ബാർലെസ്. അതുപോലെ മാർക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല ഫുഡ് ഫെദർ ഇപ്പോൾ തന്നെ ഉണ്ട്. നല്ല ഫീഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. പാരൻറ്റ് ഫീഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ ഇതെവിടെ എല്ലാം അടയിരിക്കണ്ടേ. ആ മുട്ടിട്ട് അടയിരിക്കുന്നുണ്ട്, എടുത്തോട്ടെ. നല്ല ഗ്രേ ബാർലെസിൻ്റെ ഒരു കോളനി. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യുന്ന ജസ്റ്റ് കാണിച്ചു തരാം, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഫീഡ് ചെയ്യുന്ന കണ്ടില്ലേ, അത് പിന്നെ പാരൻറ്റ് ഫീഡ് ചെയ്യുന്ന കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. പ്രാവിനെ വളർത്തുന്നവർക്ക് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ഈ പ്രാവ് കൊള്ളി കൊണ്ടേക്കുന്നത്, മുട്ടയിടുന്നത്, എന്നിട്ട് നമ്മൾ 17 ദിവസം കാത്തിക്കുന്നത്, എന്നിട്ട് വിരിഞ്ഞാൽ അതിന് കുട്ടികളെ ഫീഡ് ചെയ്യുന്നതെല്ലാം കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. അത് ആദ്യം വളർത്തുമ്പോൾ നല്ലോണം ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ബ്രീഡെല്ലാം കൂടി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കുറഞ്ഞ് വരും. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെ ഇതപ്പോൾ നമ്മുടെ ജാക്കോബിൻസിനെയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. ജാക്കോബിൻസ് കുറേ ഉണ്ട്, പക്ഷേ കോളനി ആയിട്ടിട്ട് ഭയങ്കര അടി കൂടുന്നതായിട്ട് നമ്മൾ കുറേ എണ്ണത്തിനെല്ലാം മാറ്റി വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി അപ്പുറത്തേക്ക് തന്നെ പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ പൂപ്പി പിണങ്ങിയിട്ടിരിക്കുന്നുണ്ടാ. പൂപ്പി വാ, ദേഷ്യം പിടിച്ചിട്ടല്ലേ. അവിടെ തന്നെ ഇരുന്നോ, വരണ്ട. ആ ചില ദിവസം ഇങ്ങനെ പോയാൽ നോക്കുന്നുണ്ടാ. അത് നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സൗണ്ട് എടുത്താൽ തന്നെ പേടിയാവേ. നമുക്ക് ശരിയാവും. പേടിപ്പിച്ചിന് നേരത്താ. അടിക്കണമെന്നില്ല കേട്ടോ, ഞാൻ ഇതാക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് സൗണ്ട് ഡാന്നാക്കിയാൽ തന്നെ പിന്നെ പേടിച്ച് പിന്നെ വരില്ല.
അതേപോലെ ഇവിടെ എത്തിയാലോ ഓർമ്മ വന്നേ, ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടേ, ജസ്റ്റ് കാണണം. അത് നമ്മുടെ പിന്നെ ബേർഡ് ഈറ്റർ ടർണ്ടിലെന്നെ അന്ന് അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം 1 വർഷത്തിനടുത്തായില്ലേ, ഒരു ഇത്ര ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലുതാവേണ്ടതേ. ഓക്കെ, ബേർഡ് ഈറ്റർ, ബ്ലൂ ബബൂണ്, ഓരോന്നോരോന്നുണ്ട്. എല്ലാം സ്ലിങ് എടുത്താണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ നമുക്ക് റാബിറ്റിൻ്റെ അവിടത്തേക്ക് പോകുന്ന ജസ്റ്റ് വഴിയാന്നേ. അതിങ്ങനെ കണ്ടുകൊണ്ട് പോവാം, നല്ല രസമാണ്. ഒരു ഗുഹൻ്റെ ഉള്ളിലേ പോകുന്ന ഫീൽ ഉണ്ടാവും. അധികം ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് ഫോട്ടോസൊന്നും നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ ഉണ്ട് വീഡിയോയിൽ, എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്നേക്ക്, അതുപോലെ നമ്മുടെ റാറ്റിൻ്റെ എല്ലാം സെക്ഷനാണ്, മൈസ് ഇതെല്ലാം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ് ഈ ഒരു സെക്ഷനാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ, ഈ ഒരു പോർഷൻ. ഓക്കെ, ഇതിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ പുറത്തെന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ മുട്ടിയിലുള്ള ടർഫാണ്. ഇതെല്ലാം നമ്മുടെ സ്ഥലത്ത് തന്നെ. മുന്നേ നമ്മളിങ്ങനത്തെ പബ്ലിക് പാർക്ക് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെ പിന്നെ ടർഫിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ടാം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പാർക്ക് ഉള്ളത്. പെറ്റ് സ്റ്റേഷൻ കാണാൻ വരുന്നവരൊക്കെ കുട്ടികളെല്ലായിട്ട് വരുന്നുണ്ട്. അവർ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോട്ടോ. അത് അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് റൈഡ് കാര്യങ്ങൾ, അതുപോലെ നല്ല ബീച്ച് വ്യൂ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ എന്തെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പെറ്റ് സ്റ്റേഷൻ വരുന്നവർ അതും കൂടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഫ്രീ പാർക്കിംഗ് വരുന്നത്. ഒരു പാർക്കിംഗ് ഇതാ ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ, ഇങ്ങനെ വരുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അതേപോലെ ഈ ടാം സിറ്റി ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തും ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ കയറി വരുന്നത് നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് എൻട്രി ഉള്ള സ്ഥലത്ത് 2 സ്ഥലത്തും പ്രൈവറ്റായിട്ട് അവർ ചെയ്യുന്നതാണ്. അവർ പേ പാർക്കിംഗ് ആണ്. അവർ 30 രൂപ 50 രൂപ അങ്ങനെ ചാർജ് ആക്കിയിട്ട് വാങ്ങിക്കുന്നതാണ്. അവർക്കൊരു ഇൻകം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷേ അതാകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ തൊട്ട് മുട്ടിയിട്ട് തന്നെയാണ് പെറ്റ് സ്റ്റേഷൻ. നേരെ അങ്ങനെ തന്നെ കയറാൻ വേണ്ടി പറ്റും, അധികം നടക്കൊന്നും വേണ്ട. ഓക്കെ, അവർക്ക് ഒരു നമ്മുടെ പെറ്റ് സ്റ്റേഷൻ വന്നുകൊണ്ട് ഒരു ഉപകാരമായി. അവരെല്ലാം നമ്മളായിട്ട് നല്ല ടേംസിൽ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് മീർക്കാറ്റിനെയാണ്. മീർക്കാറ്റ് നമ്മൾ ക്യാരറ്റ് കൊണ്ട് കളിക്കുന്നുണ്ടാ. ഇത് മീർക്കാറ്റിൻ്റെ കൂടെ അപ്പുറത്ത് പണിയെടുക്കുന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇട്ടതാണ്. 2 ആളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, ചെറിയ കൂടല്ലേ, അതുകൊണ്ട് ഓരോരാളെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മീർക്കാറ്റിനെ ഇവിടുന്ന് വരുന്നവർക്കെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ്. നല്ല ആക്റ്റീവായിട്ടില്ല, പകൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ജീവികളല്ലേ, അതുകൊണ്ട് തന്നെ കാണുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിനടുത്തുള്ളത് നമ്മുടെ മിനി ലോപ്പിനെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, മിനി ലോപ്പ് ഒരു പ്രത്യേക ഭംഗി തന്നെ കാണാൻ. നമ്മുടെ പിന്നെ ഡോഗിനെല്ലാം പോലെ ചെവി താഴത്തോട്ട്, ചില ഡോഗ്സില്ല ഇതേപോലത്തെ, എല്ലാവർക്കും കാണുമ്പോൾ കൗതുകമുള്ളൊരു ബ്രീഡാണ് നമ്മുടെ മിനി ലോപ്പ്. അതേപോലെ തന്നെ ഈ മിനി ലോപ്പിന് പണ്ട് മുതലേ ഇവിടെ കഴുത്തിൻ്റെ താഴെ ഒരു മുഴ പോലെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഉണ്ട്. നമ്മളിതിനെ കാണിച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ നല്ല വയസ്സായില്ലേ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഓക്കെ. ഇത് നമ്മുടെ അടുത്ത മെയിൻ പാരൻ്റാണ്. പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ ഫീമെയിലിനെ അങ്ങോട്ട് മാറ്റിയിടല പതിവ്. അതുകൊണ്ടാണ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ കാണുള്ളൂ. ഇതിനടുത്തത് നമ്മുടെ റെക്സ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തൊടാൻ കൊടുക്കുന്ന ഒരു ബ്രീഡാണ്. എന്താ തൊടാൻ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കിന്ന് തൊട്ട് കഴിഞ്ഞാലേ പിന്നെ കൈയെടുക്കാൻ തോന്നില്ല, അത്രയും സ്മൂത്താണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാങ്കറ്റ് ഇല്ലേ, നമ്മുടെ സോഫ്റ്റ് വൂളിലെ ബ്ലാങ്കറ്റ്, അതേ ഫീലാണ് തൊടുമ്പോൾ. ഭയങ്കര രസമാണ് തൊടാൻ. അത് തൊട്ടവർക്ക് അതിൻ്റെ ഫീൽ ഉണ്ട് കേട്ടോ. തൊട്ടവരിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളിങ്ങനെ വരുന്നവർക്കെല്ലാം അത്യാവശ്യം ഇതിനെല്ലാം തൊടാനും പിടിക്കാനൊക്കെ കൊടുക്കാറുണ്ട്. അതൊന്നും കമൻറ്റ് കാണില്ല. ഓക്കെ, മുയലിനെ പിടിക്കുമ്പോൾ നമ്മളെപ്പോൾ ഉണ്ടല്ലോ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കട്ടാ. ഇവിടുത്തെ മേലിൽ സ്കിന്ന് ചെവിയും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് പിടിക്കട്ടാ. അതാണ് അതിൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള പിടുത്തം, എന്നാലേ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മിനി റെക്സിനെയും കണ്ട് അടുത്ത നമ്മുടെ ഗിനി പിഗാണ് കേട്ടോ. ഗിനി പിഗ് നമ്മുടെ നോർമൽ ഗിനി പിഗും അബിസീനിയൻ ഗിനി പിഗും നമ്മളിപ്പോൾ ഒരുമിച്ചായിട്ടിട്ടുള്ളത്. ഇപ്പോൾ ക്രോസ് ബ്രീഡറിൽ ഇറങ്ങും കേട്ടോ മിക്കവാറും. ഗിനി പിഗ് ഒരു പ്രത്യേക ഭംഗി തന്നെ കാണാൻ. എപ്പോഴും ഇവർ ഭയങ്കര നീറ്റായിട്ടുണ്ടാവുക, നല്ല കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അതുപോലെ നമ്മൾ ആദ്യം ചെയ്ത ഇതിൻ്റെ എല്ലാം മണൽ മാറ്റിയിട്ട് കംപ്ലീറ്റ് പിന്നെ നമ്മൾ ഷീറ്റ് തന്നെ ചെയ്തിട്ടാ, പ്ലാസ്റ്റിക് നമ്മുടെ ഫൈബർ ഷീറ്റ് ചെയ്ത്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ നീറ്റായിട്ടുണ്ടാവും. മറ്റേ മണലാകുമ്പോൾ എപ്പോഴും ഈ മൂത്രത്തിൻ്റെ മണവും അതുപോലെ
ഇവർ അതിൻ്റെ അകത്തെല്ലാം കിടന്ന് കളിക്കുന്നത് കൊണ്ട് എപ്പോൾ ഒരു വൃത്തി അത്ര കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാം രണ്ടാമത് പ്ലാസ്റ്റിക് തന്നെ ആക്കിയതാണ്. നമ്മൾ കാണുന്നത് അങ്കോറ. അങ്കോറനെ കാണുമ്പോൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ല, ഭയങ്കര ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്കോറനെ നമ്മൾ ഇവിടെ തുറന്നു വിടും കേട്ടോ, പകലെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കും. ആൾക്കാർ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ കൂട്ടിലാക്കാം കേട്ടോ. മുഖമൊക്കെ കണ്ട നമ്മൾ ഗ്രൂം ചെയ്ത് സെറ്റാക്കി നിർത്തുന്നതുകൊണ്ട് ഈ ഭംഗി കേട്ടാ. കാണണം, ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. നല്ല പഞ്ഞിക്കെട്ട് വരുന്നുണ്ടാവും. നിൽക്കടാ, എന്താ നല്ല പഞ്ഞിക്കെട്ട് വരില്ലേ. അതുപോലെ വൈറ്റും ഉണ്ടേ, 3 കളറാണ്, 3 കളറാണ്. അങ്ങോട്ട് ഇക്കടാ, കണ്ടാ. ഓക്കെ, ഇവരിൽ മെയിനായിട്ട് പെല്ലറ്റ് തന്നെ കൊടുക്കുക. പിന്നെ നമ്മുടെ കടൽ വള്ളിയില്ലേ, മുയൽ വള്ളി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാണിക്കുന്ന സാധനം, അതും നന്നായിട്ട് കഴിക്കും കേട്ടോ, അതും കൊടുക്കാറുണ്ട്. ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ റാബിറ്റ്. ഏതാ മനസ്സിലായിനാ? ഇതാണ് നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെവിയെല്ലാം എപ്പോൾ ഇങ്ങനെ നല്ല കുത്തനെ മേലോട്ടായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ ഷേപ്പ് കണ്ടിട്ട് നല്ല ബോൾ പോലെ ഉണ്ടാവും. ഇത് എത്രയേ ഉള്ളൂ കേട്ടോ, കാണുമ്പോൾ കണ്ടാ എൻ്റെ കൈ വെക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ, അത്രയും കുഞ്ഞാണ്. അതുപോലെ മുഖം കണ്ട നല്ല ഉണ്ട മുഖമായിട്ട് നല്ല ഭംഗിയുള്ളൊരു സാധനം. ഇതാണ് നമ്മുടെ അടുത്തുള്ള റാബിറ്റിൻ്റെ കളക്ഷൻ കേട്ടോ. ഒരു സംഭവം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കാടക്കോഴീനെ വാങ്ങിച്ചിട്ടുണ്ട് അതിന് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് മീനിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഗാറിനൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് സെപ്പറേറ്റ് ഫീഡ് ചെയ്ത് കൊടുക്കാം. നോക്കി നോക്കാം വാ. അതാ, അപ്പോൾ നമ്മൾ കറക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. എന്താ പേര്? മുസ്തഫ. പേര് നസി സുബൈർ. നിങ്ങളുടെ പേര് മുസ്തഫ. ഓക്കെ, മുസ്തഫയും മുസ്തഫി. എങ്ങനെയുണ്ട് പെറ്റ് കണ്ടിട്ട് അഭിപ്രായം? ഇഷ്ടമായിനാ? മീനൊക്കെ ഫീഡ് ചെയ്താ? എല്ലാം ചെയ്ത്. ഓക്കെ, മോൻ്റെ പേരെന്താ? റബീഹ്. ഓന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എലീനിങ്ങനെ എളിയാൻ എത്തിയെത്തി നോക്കുന്നുണ്ടായിനി. ഭയങ്കര ഓടി സ്പീഡിൽ വന്നല്ലേ. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ, അരപ്പവനെ ഫീഡ് ചെയ്താ അല്ല ചെയ്യണമെന്നാ? ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്ക് നമുക്ക് ലാസ്റ്റ് എക്സിറ്റ് മീൻ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. 1 2 3 4 5 6 7 കാടക്കോഴി ഉണ്ട് കേട്ടോ. 8 ഉണ്ടോ? 8 ഉണ്ടല്ലേ? 8 കാടക്കോഴി ഉണ്ട്. അപ്പം നമുക്ക് മീൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ ടെഗുവിനൊന്ന് ഫീഡ് ചെയ്ത് നോക്കല. ഇത് ഓൾറെഡി കഴിച്ചെന്ന് തോന്നല്ലേ ഫുഡ്? എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം. നല്ല വറക്കാൻ നോപ്പരി. നിനക്ക് പോയി എണീക്കടാ. ആ ഇത് ചിക്കൻ, ഇത് കാട. എല്ലാം കഴിക്കോട്ടാ. മുട്ട ജീവികൾ ജീവനോടെ തന്നെ കഴിക്കും. കുറേ സമയം എടുക്കും. അല്ല, ഇവർക്ക് ഒന്ന്, ബാക്കി ഓരോരോ ജീവികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടായി, അപ്പോൾ അവർക്കാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തേട്ടാ. അതാ മൂപ്പര് അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ അതിൻ്റെ നല്ലനെ പോയിട്ട് കഴിച്ചോളൂ. എടുത്തിട്ട് പോയി സേഫായിട്ടുള്ള സ്ഥലത്ത് പോയി അവിടെ പോയിട്ട് ഇരുന്നിട്ട് അധികം കഴിക്കണ്ട. അതിൻ്റെ മേലെ പോയി ഇരുന്നിട്ടാണ് കൂടുതലും കഴിക്കുക. ഓക്കെ, അത് കഴിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ 2 മണിക്കൂർ 3 മണിക്കൂർ ആവും വീഡിയോ. അതുകൊണ്ട് നമുക്ക് ബാക്കി മീൻ കൊടുക്കുന്ന എടുക്കാം. നമ്മൾ നോക്കുമ്പോൾ കർണാടകയിൽ നിന്ന് ഇതാ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ടാ. കർണാടകയിൽ നിന്ന് വന്ന സ്കൂൾ കുട്ടികളാണ് പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി മാത്രം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. ഇതാ ഒരുപാടുണ്ട് കേട്ടോ. 2 ബസ് സ്കൂളാണ് വന്നത്.
ഓക്കെ, വാ നമുക്ക് ഫീഡ് ചെയ്യാം. അവർക്കെല്ലാം മീനിൻ്റെ ഫീഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് മീനിൻ്റെ ഫീഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ. ഇതാ അവിടെ എല്ലാം ഉണ്ട്, കുറേ ഭാഗം അങ്ങ് എത്തി. അതാ മീനിൻ്റെ ഫീഡ് കൊടുക്കുന്നത് കാണുന്നു. ഹരി വാ, മീനിൻ്റെ ഫുഡ് കൊടുക്കോ. അപ്പോൾ നമ്മൾ ഗാറിന് ഫീഡ് ചെയ്യാം. മിസറേ കയറിക്കും. മിസറ ഒന്നിങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ മറ്റവർ വന്നിട്ട് എടുക്കും, ക്യാറ്റ് ഫിഷ് എടുക്കും. അതാ കൊടുക്കണ്ടേ. ഓ ആരാ അടിച്ചേ ഇതെല്ലാം കൂടി? ആ വിട്ടോ വിട്ടോ വിട്ടോ. അതാ ഇതായിരിക്കും ആരാ ഇപ്പം എടുക്കാന്നറിയില്ലേ. ആരും ഇതുവരെ എടുത്തിട്ടില്ല, ക്യാറ്റ് ഫിഷ് കണ്ടിട്ടുമില്ല. ഓക്കെ, അത് കിട്ടിയില്ല. അടുത്തോ. ആ അതെ അലിഗേറ്റർ എടുക്കണ്ടേ. അതാ രണ്ടാളും കൂടി അടിച്ച് ക്യാറ്റ് ഫിഷ് എടുത്തേ. അത് മറ്റേതും ക്യാറ്റ് ഫിഷ് എടുത്ത് ഇപ്പം ഇട്ടുകൊടുത്തത്. പകുതി ഇട്ടോ, പകുതി രണ്ടാളും അടി കഴിഞ്ഞിട്ട് പകുതി എനിക്ക് പകുതി അതും എടുത്തേ. ഒരു കാര്യം ചെയ്യും മിസറേ, എല്ലാം ഒരുമിച്ചങ്ങ് ഇടും, കിട്ടുന്നവർക്കെല്ലാം കിട്ടട്ടെ. അതെ വൈക്കായിട്ട് ചിക്കൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ പിന്നെന്താ പറയുക എടുത്തുകൊടുക്കുന്ന സമയത്ത് പകുതിക്കുന്ന കട്ടായി പോയിട്ടാ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ 1-2 ക്ലിപ്പ് മിസ്സായി. അപ്പോൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഞാനിപ്പോൾ UAE ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ട് പോയി. നമ്മളിപ്പോൾ ഒരു ക്യാമൽ റേസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അലൈൻ റോട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സെയ്റിനെ സെറ്റാക്കി തന്നിട്ടാ. ഇതെന്താ ക്യാമൽ റേസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയേ. എങ്ങനെയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് ഒട്ടകങ്ങളെല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാന്നേ. എൻ്റെ മോനെ കളിക്കുന്നുണ്ടാ. ടൈം ആകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യലാണ്. ഓരോരാൾക്കാരുടെ പൊസിഷനിൽ കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒട്ടകത്തിൻ്റെ മേലെ ഇരിക്കുന്നതിൻ്റെ മേലെ ഒരു സംഭവം കാണണ്ട. അതിന് മേലൊരു സ്റ്റിക്ക് കാണുന്നുണ്ട്. അത് ഒരു മെഷീനാണ് കേട്ടോ. ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണ്. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒട്ടകത്തിനെ പ്രഷറാക്കി ഓടിപ്പിക്കുന്ന ഒരു സംഭവം. അത് ഓടുമ്പോൾ മനസ്സിലാവും, ശരിക്കും കാണും. ഇവിടെ നിന്നാണ് അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാട്ടോ. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബട്ടൺ നിൽക്കും. അപ്പോൾ ക്യാമൽ ഓടും കേട്ടോ. നമ്മൾ കാണാൻ വേണ്ടി പോകുന്നേ. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുഞ്ഞൊട്ടകത്തിൻ്റെ റേസാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അതേപോലെ വലിയ ഒട്ടകത്തിൻ്റെ റേസ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇതുണ്ട് ഈ ഒട്ടകത്തിൻ്റെ ഒരു വലിപ്പം കണ്ട. എനിക്ക് തോന്നുന്നു ഒരു വയസ്സിൽ താഴെയുള്ള ഒട്ടകങ്ങളാണ് കംപ്ലീറ്റ്. നമ്മുടെ കയ്യിലുള്ള ഒട്ടകത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ, അത്രയും ഇല്ല. 6 മാസം 8 മാസമൊക്കെ പ്രായം തോന്നുന്നുണ്ട് ഇതിനൊക്കെ കാണുമ്പോൾ. ഇതിൻ്റെ മേലെ ആ സ്റ്റിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ മെഷീനും ആ സ്റ്റിക്കൊക്കെ കണ്ട. ഓക്കെ, ഇത് നമുക്കൊന്ന് വണ്ടി പോയി എടുത്ത് നോക്കാം. അതെ, അവരുടെ കൂടെ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ ചങ്ങായി വിട്ടില്ല. ആ ലാസ്റ്റിൽ ഓടുന്ന ഒട്ടകം ഈ കൂട്ടത്തിൽ പെട്ട് വീണ് പോയതാണ് കേട്ടോ. എണീറ്റ് രണ്ടാമത് ഓടാൻ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ ഓടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവർ ഒരുമിച്ച് തന്നെ വണ്ടിയിൽ പോകുന്ന എന്താണെന്ന് സംഭവം മനസ്സിലായോ?
അവരുടെ കയ്യിൽ പിന്നെ വീഡിയോ എടുക്കുന്നതും ഉണ്ട്. അതുപോലെ ഇവരുടെ കയ്യിൽ ആ സ്റ്റിക്കിൻ്റെ റിമോട്ടാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർ ഈ ബാക്കിലാകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കിയിട്ട് സ്പീഡ് കൂട്ടിയും കുറയ്ക്കലും ചെയ്യുന്ന കേട്ടോ. ആ സ്റ്റിക്ക് ഇങ്ങനെ വീശുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ഒരു രക്ഷയില്ല. ഇതിൽ ലക്ഷങ്ങളുടെ പന്തയങ്ങളാണ് കേട്ടോ ഇതിൽ നടക്കുന്ന. ഈ ഒട്ടകത്തിൻ്റെ ഇതിൽ ക്രേസിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഒരുപാട് ഈ ഓരോ മുതലാളിമാർക്കും 50, 100, 150 ഒട്ടകങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ ഈ റേസിനൊക്കെ പങ്കെടുത്ത് വിൻ ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ എല്ലാം വില കേട്ട് ഞാൻ ഞെട്ടിപ്പോവും. മില്യൺസാണ് ഓരോ ഒട്ടകത്തിൻ്റെയും വില. അതെല്ലാം കേട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിളി പോയി. ഓക്കെ, അതേപോലെ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡോഗിൻ്റെ റേസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട് ദുബായിലുള്ള വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ട് വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഡോഗിൻ്റെ ഇത് ചെയ്തപ്പോൾ ഒരു നല്ല കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ. കുറച്ച് പാർട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ ഞാൻ ഇതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ അടുത്ത ഡോഗിൻ്റെ വീഡിയോ വേണോ വേണ്ടേ എന്നുള്ളത്, അതുപോലെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ ഇതുപോലെ ചെറിയ പാർട്ടായിട്ട് കൊടുത്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് നീങ്ങാം കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. എന്നുണ്ട് എല്ലാവരും അവരുടെ ഓണർമാരും ട്രെയിനർമാരെല്ലാം എല്ലാ ഒട്ടകത്തിനും റേസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതായി കാണുന്നു കേട്ടോ.